കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ അറ്റാക്ക് മിസൈലും അതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോയും റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ ഉപയോഗിച്ചത്. അപ്പോഴേ റഷ്യ പറഞ്ഞിരുന്നു, അതിനു മുൻപും റഷ്യ പറഞ്ഞിരുന്നു, പാശ്ചാത്യ ആയുധങ്ങൾ തങ്ങൾക്കെതിരെ ഉപയോഗിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന്. ഒട്ടും താമസിച്ചില്ല റഷ്യ ആയിരക്കണക്കിന് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ ഉക്രൈന് നേരെ തൊടുത്തുവിട്ടു. അത് ഉക്രൈൻ ആയിരുന്നില്ല ലക്ഷ്യം വെച്ചതെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ആ മിസൈലിൻ്റെ ലക്ഷ്യം ബ്രിട്ടൻ തന്നെയാണ്. അതിനൊരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഉക്രൈനിലേക്ക് റഷ്യ ആ മിസൈൽ വിക്ഷേപിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസം പോളണ്ടിന് റഷ്യ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം പോളണ്ട് റഷ്യ അതിർത്തിയിൽ അമേരിക്ക ഒരു സൈനിക താവളം തുറന്നിരുന്നു. ഈ സൈനിക താവളത്തിനെതിരെ ഒരു മുന്നറിയിപ്പ് പുടിൻ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ റഷ്യയുടെ ചില മിസൈലുകളിൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് ചില മാധ്യമങ്ങൾ നൽകുന്നത്. ആ മുനകളുടെ ലക്ഷ്യം ബ്രിട്ടൻ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നാറ്റോ സഖ്യത്തിനെ നേരിട്ട് തന്നെ ആക്രമിക്കുക. ഉക്രൈനെ ഒരു ടെസ്റ്റ് ഡോസ്, ഒരു മുന്നറിയിപ്പ് മിസൈൽ ആക്രമിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ റേഞ്ചുള്ളൊരു മിസൈൽ കൊണ്ട് ഉക്രൈനെ ആക്രമിക്കേണ്ടത് ആവശ്യമില്ല റഷ്യയ്ക്ക്. പക്ഷേ അങ്ങനെ ചെയ്തത് ഈ മിസൈൽ ഉപയോഗിച്ച് തങ്ങൾക്ക് ഇവിടെ നിന്ന് ബ്രിട്ടനെ ആക്രമിക്കാൻ കഴിയും എന്നൊരു മുന്നറിയിപ്പാണ് റഷ്യ നൽകിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ റഷ്യ അവരുടെ ആണവ നയങ്ങൾ പാടെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവർ പുതിയ ആണവ നയത്തിലേക്ക് എത്തിയിരിക്കുന്നു. തങ്ങളെ ആക്രമിക്കാനായി പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ തങ്ങൾ ശത്രുരാജ്യമായി കാണുമെന്നും റഷ്യക്കാരുടെ ജീവനും സ്വത്തിനും വില നൽകുന്നതുകൊണ്ട് ശത്രുരാജ്യത്തെ തകർക്കുമെന്നുമാണ് പുടിൻ്റെ പുതിയ പ്രസ്താവന. അതുകൊണ്ട് തന്നെ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിനായി പോകുകയാണ് എന്നൊരു സൂചനയും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്.